കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ബാലകൃഷ്ണൻ വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം അല്പം മുമ്പ് കൃത്യം 5:45-നാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ എത്തിയത്. അദ്ദേഹത്തോടൊപ്പം തന്നെ മകനും പത്തനാപുരം എംഎൽഎയുമായ കെ.ബി. ഗണേഷ് കുമാറും ഉണ്ടായിരുന്നു. ഇരുവരും രണ്ട് വാഹനങ്ങളായിരുന്നു. അതോടൊപ്പം കൊച്ചി മുതൽ തിരുവനന്തപുരം പൂജപ്പുര വരെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം വരുമ്പോൾ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. പോലീസ് അതിനുള്ള കരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഏകദേശം 5:45 കൂടി ഇവിടെ എത്തിച്ചേർന്നു. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരെ ജയിലിനകത്തേക്ക് പ്രവേശിക്കാൻ ADGP അലക്സാണ്ടർ ജേക്കബ് അനുമതി നൽകിയിരുന്നില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് മാത്രമേ ദൃശ്യങ്ങൾ പകർത്തുവാൻ വേണ്ടി സാധിച്ചിരുന്നുള്ളൂ. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം കടന്നതിന് ശേഷം മകനും MLA-മായ കെ.ബി. ഗണേഷ് കുമാറും ഒപ്പം അകത്തേക്ക് പോയിട്ടുണ്ട്. മറ്റ് പാർട്ടി പ്രവർത്തകർ, ചുരുക്കം ചില പാർട്ടി പ്രവർത്തകർ, DCC പ്രസിഡന്റ് ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഏതാനും ചില കോൺഗ്രസ് പ്രവർത്തകർ മാത്രമായിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിൽ ആർ ബാലകൃഷ്ണപിള്ളയെ കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഇവർ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ നിലയുറപ്പിക്കുകയും ചെയ്തു. കനത്ത പോലീസ് സന്നാഹമായിരുന്നു സ്ഥലത്ത് ഉണ്ടായിരുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചാൽ തന്നെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ നടപടി എന്ന നിലയിൽ പോലീസ് വൻ സുരക്ഷാ സന്നാഹങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ഇന്ന് ജയിലിലേക്ക് മാറ്റി അദ്ദേഹം ജയിൽ സൂപ്രണ്ടിനോട് ചേർന്നുള്ള കുറി തന്നെയായിരിക്കും നൽകുക. ഒരു രാഷ്ട്രീയ തടവുകാരന്റെ കാര്യം അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശിക്ഷ അനുഭവിക്കുന്നെങ്കിലും ഒരു രാഷ്ട്രീയ തടവുകാരന് നൽകുന്ന പരിഗണന ഉണ്ടാകുമെന്നാണ് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള സമീപനം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടാവുമെന്ന് ജയിൽ അധികൃതർ പറയുന്നു. അതുകൊണ്ട് തന്നെ ജയിൽ സൂപ്രണ്ടോട് ചേർന്നിട്ടുള്ള മുറിയായിരിക്കും അദ്ദേഹത്തിന് നൽകുക. 1 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ആർ ബാലകൃഷ്ണപിള്ള അങ്ങനെ പൂജപ്പുര ഇരിക്കുന്നു. വീണ വിവരങ്ങൾ നൽകിയത് മാഷ്.